ഹലോ, വെൽക്കം ടു ബക്മാ സൂയിങ് വിത്ത് പാഷൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കുറേ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മുടെ പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വളരെ കുറച്ച് മെറ്റീരിയലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലും അജ്രക്കാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ കാണാം. അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ മെറൂണ്, ഡാർക്ക് മെറൂണ്, ഡാർക്ക് ബ്ലൂ, ചില്ലി റെഡ്, അതല്ലെങ്കിൽ ബ്രൗണ്, അങ്ങനത്തെ 3-4 ഷെയ്ഡുകളെ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചില്ലി റെഡ് അങ്ങനെ എടുത്തിട്ടില്ല, വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ചില്ലി റെഡ്. ഡാർക്ക് ബ്ലൂവും മെറൂണും ആണ് അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ മുന്നേ കിട്ടിയിരുന്നൊരു ഡിസൈനാണ്. കുറേ മാസങ്ങൾക്ക് ശേഷം നമുക്കിപ്പോൾ വീണ്ടും ആ ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് വേറൊരു ഡിസൈനിൽ വരുന്നതാണ്. അജ്രക്ക് തന്നെയാണ്. നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരേ ഡിസൈനാണ്. ഇത് വേറൊന്ന്. പിന്നെ വരുന്നത് സ്ട്രൈപ്പ് മോഡലായിട്ടുള്ള ഈ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നൈറ്റി ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ നൈറ്റി ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ, ഫ്രോക്ക്, അതുപോലെ ക്രോപ്പ് ടോപ്പായിട്ട്, പട്ടുപാവാടയ്ക്ക് ക്രോപ്പ് ടോപ്പായിട്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിക്ക് ബ്ലൗസിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോട്ടൺ മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക. അപ്പോൾ അതിൽ കാറ്റലോഗിൽ നിങ്ങൾക്ക് മെറ്റീരിയലുകൾ അതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എത്രയാണെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ 5 മെറ്റീരിയലിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തരാൻ പറ്റൂ. അതിൽ താഴെയാണെങ്കിൽ റീറ്റെയിൽ റേറ്റിൽ തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസൈനുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഡിസൈനുകൾ കാണാൻ വിട്ടുപോകരുത്. കാറ്റലോഗിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെറ്റീരിയൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് അയച്ചു തന്നാൽ മതി. മെറ്റീരിയലായിട്ടും കസ്റ്റമൈസ്ഡ് വർക്കുകളായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് വർക്കുകൾ എന്ന് പറയുമ്പോൾ കസ്റ്റമർ തയ്ച്ച് തരാൻ പറയുന്ന മോഡൽ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് കേട്ടോ. ഇത് ഇന്തോനേഷ്യ ഗുജറി എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളി ഡിസൈനുകളാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ. ഇതിലും ബ്ലാക്ക്, മെറൂണ്, പിന്നെ ഇതിൻ്റെ ചില്ലി റെഡ്, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഡിസൈനാണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കോട്ടണാണ്. നമുക്ക് ഏത് ഡ്രസ്സായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിലും കംഫർട്ടായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നൈറ്റി ആയാലും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിലൊക്കെ. ഇതും ഇന്തോനേഷ്യ ഗുജറിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ബ്ലാക്കാണ്. കഫ്താനൊക്കെ തയ്ച്ചിടുകയാണെങ്കിൽ സ്യൂട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല അടിപൊളി മെറ്റീരിയലുകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റെഡുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽസ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റലുണ്ടായിരുന്നില്ല. കാരണം മോള് ചെറുതായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു വെച്ചാലും പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് വാച്ച് ചെയ്യുക. കാറ്റലോഗ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.